ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ തനിക്ക് കുറ്റവാളികളെന്ന് തോന്നിയ കന്യാസ്ത്രീകളെയും ഒപ്പമുള്ളവരെയും ചോദ്യം ചെയ്യാൻ മതസംഘടനാ പ്രവർത്തകരെ വിളിച്ചു വരുത്തുന്നു. പിന്നെ പാഞ്ഞെത്തിയ വർഗീയവാദികളുടെ ആൾക്കൂട്ട വിചാരണ, നിർബന്ധിത മതപരിവർത്തനം, മനുഷ്യക്കടത്ത്, സ്ഥിരം കുറ്റപത്രം, നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന രേഖകളെല്ലാം ഉണ്ടെങ്കിലും വർഗീയവാദികളുടെ ഉത്തരവ് പ്രകാരം പോലീസ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കുന്നു. തടയാൻ ആളില്ല. രാജ്യം ഭരിക്കുന്ന BJPയുടെ അനുഗ്രഹാശീർവാദത്തോടെ, പ്രതിപക്ഷത്തിന്റെ വഴിപാട് പ്രതിഷേധത്തോടെ, നീതിന്യായ സംവിധാനങ്ങളുടെ പരിമിതികളോടെ, ന്യൂനപക്ഷ ദലാൽ സംഘങ്ങളുടെ ഒറ്റുചുംബനത്തോടെ അവരുടെ അഥവാ ഹിന്ദുത്വയുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുകയാണ്. 2 കന്യാസ്ത്രീകളെയല്ല, മതേതര ഭരണഘടനയാണ് വർഗീയവാദികൾ ബന്ദിയാക്കിയത്. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തവണ അവരെത്തിയത്. ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്ക് പോകാനെത്തിയ കണ്ണൂർ അങ്കമാലി സ്വദേശികളും ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ്, ASMI സന്യാസിനി സഭാംഗങ്ങളുമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയും ഒരു ആദിവാസി പെൺകുട്ടി ഉൾപ്പെടെ 4 പെൺകുട്ടികളെയുമാണ് TTE തടഞ്ഞത്. കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയിൽ ജോലിക്ക് പോകുകയാണെന്ന് യുവതികൾ പറഞ്ഞെങ്കിലും TTE ബജ്രംഗ് ദൾ പ്രവർത്തകരെ അറിയിച്ചെന്നാണ് റിപ്പോർട്ട്. പാഞ്ഞെത്തിയ ബജ്രംഗ് ദൾക്കാർ ആൾക്കൂട്ട വിചാരണയ്ക്കൊടുവിൽ കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ മതപരിവർത്തനത്തിന് കൊണ്ടുപോകുകയാണെന്ന് കണ്ടെത്തി. തങ്ങൾ ക്രൈസ്തവരാണെന്നും പ്രായപൂർത്തിയായ തങ്ങൾക്ക് ജോലിക്ക് പോകാൻ മാതാപിതാക്കളുടെ സമ്മതപത്രം ഉണ്ടെന്നും യുവതികൾ പറഞ്ഞെങ്കിലും ബജ്രംഗ് ദൾക്കാരുടെ നിർദ്ദേശമനുസരിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും യുവതികളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ന്യൂനപക്ഷങ്ങളെ ചോദ്യം ചെയ്യാൻ തീവ്ര മതസംഘടനകളെ വിളിച്ചു വരുത്തുക, യാത്രക്കാരെ മതസംഘടനകൾ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ട വിചാരണ നടത്തുക, പിന്നീട് കർശന നിർദ്ദേശത്തോടെ പോലീസിന് കൈമാറുക. മതരാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണിതെന്ന് BJPക്ക് അറിയാതെയാണോ? ദുരൂഹതയേറുന്നു. വർഗീയവാദികളുടെ കങ്കാരു കോടതികൾ ന്യൂനപക്ഷങ്ങളെ ട്രെയിനിലും തെരുവിലും വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും മാത്രമല്ല, അവരുടെ ആരാധനാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ആയുധങ്ങളുമായി കടന്നുകയറി ആക്രമണം അഴിച്ചുവിടുകയുമാണ്. കഴിഞ്ഞ മെയ് 31-നാണ് ഒഡീഷയിലെ ബറാംപൂരിനടുത്ത് ഗൊർദ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ റൂർക്കല രാജറാണി എക്സ്പ്രസിനുള്ളിൽ കന്യാസ്ത്രീകൾക്കും കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും നേരെ ബജ്രംഗ് ദൾ അക്രമം അഴിച്ചുവിട്ടത്. ആരോപണം മതപരിവർത്തനം തന്നെ. പോലീസ് പതിവ് പോലെ കാഴ്ചക്കാരായിരുന്നു. അതിനൊരാഴ്ച മുൻപായിരുന്നു ഒഡീഷയിലെ തന്നെ ചാർബത്തി കാർമൽ നികേതനത്തിലെത്തിയ 9 അംഗ അക്രമ സംഘം കൊള്ളയടിക്കുകയും 2 വൈദികരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ക്രിസ്തുമസും ഈസ്റ്ററും ഒക്കെ പരസ്യമായി ആഘോഷിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ ഔദാര്യം വേണ്ടി വന്നിരിക്കുന്നു. വർഗീയവാദികൾ എപ്പോൾ ചോദിച്ചാലും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിക്കൊള്ളണം. ബൈബിളിനും ക്രൂശിത രൂപത്തിനുമൊക്കെ പരോക്ഷ വിലക്ക്. സന്യസ്തർക്ക് അവരുടെ വേഷത്തിൽ പുറത്തിറങ്ങാനാകാത്ത സ്ഥിതി. ദുർഗിലെ TTE ആരാണ് പഠിപ്പിച്ചത് ബജ്രംഗ് ദളാണ് പോലീസും കോടതിയുമെന്ന്? അതാണ് സർക്കാർ സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുന്ന വർഗീയവൽക്കരണം. BJP അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ 4316 അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട്. റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനും ഹിന്ദുത്വ ചവിട്ടിമെതിക്കുന്ന ക്രൈസ്തവർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കാനും സംഘപരിവാറിനൊപ്പം ക്രിസ്ത്യൻ നാമ ശുഭ്രവേഷധാരികളായ ദല്ലാൾമാരും അവരുടെ ഒളിസംഘടനകളുമുണ്ട്. പക്ഷേ റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് തെളിയിക്കുകയോ കേസുകളിൽ അന്വേഷണം നടത്തുകയോ ചെയ്യില്ല. ഛത്തീസ്ഗഡിലേത് കെട്ടിച്ചമച്ച കേസാണെന്നും പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഇടപെടണമെന്നും CBCI ആവശ്യപ്പെട്ടു. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ പെൺകുട്ടികളെ നിർബന്ധിച്ചെന്ന് CBCI വനിതാ കൗൺസിൽ സെക്രട്ടറി സിസ്റ്റർ ആശ പോൾ പ്രതികരിച്ചു. മുൻപും നിരവധി തവണ ക്രൈസ്തവ നേതാക്കൾ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ഒക്കെ കണ്ട് നിവേദനം നൽകിയതാണ്. ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിട്ടുണ്ട്. മെത്രാന്മാരും പ്രതിപക്ഷവും അഭ്യർത്ഥിച്ചിട്ട് വേണോ ഈ പരമോന്നത നേതാക്കൾക്ക് കാര്യങ്ങൾ അറിയാൻ? ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴിച്ച് ഏതാണ്ട് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ്. BJP വിചാരിച്ചാൽ വർഗീയതയെ തളയ്ക്കാം. പക്ഷെ അധികാരത്തിന്റെ അക്രമോത്സുകരതം കേരളത്തിൽ മാത്രമായി ഒഴിവാക്കാനാകുന്നില്ല. ഛത്തീസ്ഗഡിലും ഒറീസയിലും ഉൾപ്പെടെ കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും കൊടുക്കുന്ന രാഷ്ട്രീയം ഹിന്ദുക്കളും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട്. BJPയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ലെന്ന് കേരള ഘടകത്തെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.